ഹലോ, എല്ലാവർക്കും സ്റ്റഡി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് 4 പ്രൊജക്റ്റ് അപ്രൈസലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസലാണ്. പ്രൊജക്റ്റ് അപ്രൈസൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് എടുക്കാൻ പോകുന്നത്. അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ ഓർ പ്രൊജക്റ്റ് അപ്രൈസൽ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതിൽ ട്രഡീഷണൽ മെത്തേഡിനെ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് എന്നറിയപ്പെടുന്നു. മോഡേൺ മെത്തേഡിനെ ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ എന്നറിയപ്പെടുന്നു. രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും. ട്രഡീഷണൽ മെത്തേഡിൽ 4 മോഡേൺ മെത്തേഡിൽ 5 സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ട്രഡീഷണൽ മെത്തേഡ് നോക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ urgency method, payback method, post payback, profitability method and average rate of return method. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ ഓർ മോഡേൺ മെത്തേഡാണ്. അതിൽ ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, അതാണ് മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസലിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രഡീഷണൽ മെത്തേഡിലെ ഫസ്റ്റ് വൺ അർജൻസി മെത്തേഡാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അർജൻസി മെത്തേഡിന് പറയുന്നത് എമർജൻസി റിക്വയർമെൻറ്റ് ക്രൈസിസ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊജക്റ്റ് സ്വീകരിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു ക്രൈറ്റീരിയനാണ് അർജൻസി മെത്തേഡ് എന്ന് പറയുന്നത്. എമർജൻസി റിക്വയർമെൻറ്റ്സിലോ അല്ലെങ്കിൽ അണ്ടർ ക്രൈസിസ് കണ്ടീഷൻസിലോ ക്യാപിറ്റൽ പ്രൊജക്റ്റ് സ്വീകരിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് അർജൻസി മെത്തേഡ്. എമർജൻസി റിക്വയർമെൻറ്റ്സിലോ അല്ലെങ്കിൽ അണ്ടർ ക്രൈസിസ് കണ്ടീഷൻസിലോ ക്യാപിറ്റൽ പ്രൊജക്റ്റ് സ്വീകരിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു ക്രൈറ്റീരിയൻ മെത്തേഡാണ് അർജൻസി മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സിമ്പിൾ ടെക്നിക്കാണ് ആൻഡ് ഷോർട്ട് ടേം പ്രൊജക്റ്റിനാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ബേസിസ് ഓൺ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എ പ്രൊജക്റ്റ് ഈവൻ ദോ ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ഫോർ ദ വെരി സിമ്പിൾ റീസൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്. പെട്ടെന്ന് മാറ്റിവെക്കും എന്നാണ് പറയുന്നത്. അതാണ് അർജൻസി മെത്തേഡ്. സെക്കൻഡ് പേബാക്ക് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് പേബാക്ക് മെത്തേഡ് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസൽ വിലയിരുത്തുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലൊന്നാണ് പേബാക്ക് പീരിയഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസൽ വിലയിരുത്തുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലൊന്നാണ് പേബാക്ക് പീരിയഡ്. ഇത് ക്യാഷ് ബേസ്ഡ് ടെക്നിക്കാണ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. നിക്ഷേപങ്ങളേക്കാൾ ശരാശരി വരുമാനം നേടുന്നതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണിത്. പ്രൊജക്റ്റിലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ആവറേജ് ആനുവൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോയെ ARR എന്ന് വിളിക്കുന്നു, അതായത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. പ്രൊജക്റ്റിലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ആവറേജ് ആനുവൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോയെ അനലൈസ് ചെയ്തതിനെ ARR എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതിൽ നെക്സ്റ്റ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ബിറ്റ്വീൻ
NPV ആൻഡ് IRR, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും അതിൻ്റെ ഡിഫറൻസസും ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. അതാണ് ലാസ്റ്റ് ടോപ്പിക്ക്. ഈ ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു പോണത്. അപ്പോൾ അതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് മോഡേൺ മെത്തേഡിലെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും ആണ് റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ NPV ആൻഡ് IRR. ആദ്യമായി നോക്കുന്നത് നമ്മൾ സിമിലാരിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, രണ്ടും പണത്തിൻ്റെ സമയമൂല്യം പരിഗണിക്കുന്നു, അതായത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, രണ്ടും സിംഗിൾ പ്രൊജക്റ്റ് ഉള്ളപ്പോൾ സെയിം ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷൻ ഡിസിഷൻ റൂളിലേക്ക് നയിക്കുന്നു. ബോത്ത് ലീഡ് ടു ദ സെയിം ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഡിസിഷൻ റൂൾ വെൻ ദർ ഈസ് എ സിംഗിൾ പ്രൊജക്റ്റ്. സിംഗിൾ പ്രൊജക്റ്റ് ഉള്ളപ്പോൾ രണ്ട് മെത്തേഡും സെയിം ആക്സെപ്റ്റൻസോ അല്ലെങ്കിൽ റിജക്ഷൻ ഡിസിഷൻ റൂളിലേക്കോ നയിക്കുന്നു. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ആൻഡ് തേർഡ് പോയിന്റ്, രണ്ട് മെത്തേഡ്സും ടാക്സിന് ശേഷം ക്യാഷ് ഇൻഫ്ലോസ് ഉപയോഗിക്കുന്നു. ബോത്ത് മെത്തേഡ്സ് യൂസ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, ബോത്ത് കൺസിഡർ ക്യാഷ് ഇൻഫ്ലോസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ ജീവിതത്തിലുടനീളം ക്യാഷ് ഫ്ലോസ് രണ്ട് മെത്തേഡ്സും കൺസിഡർ ചെയ്യുന്നു. ഇനി NPVൻ്റെയും IRRൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 മാർക്കിന് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ NPVയും IRRും രണ്ട് ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക. ഫസ്റ്റ് വൺ NPV ആൻഡ് സെക്കൻഡ് IRR. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. NPVയിലെ ഫസ്റ്റ് പോയിന്റ്, ഏറ്റവും കുറഞ്ഞ റിട്ടേൺ റേറ്റ് അസ്യൂം ചെയ്യുന്നതായി കണക്കാക്കുന്നു. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിലെ ഏറ്റവും കുറഞ്ഞ റിട്ടേൺ റേറ്റ് അസ്യൂം ചെയ്യുന്നതായി കണക്കാക്കുന്നു. IRRലാണെങ്കിൽ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഡിറ്റർമൈൻ ചെയ്യുന്നു. മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഫേമിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ റേറ്റിലാണ് ക്യാഷ് ഇൻഫ്ലോസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന് സൂചിപ്പിക്കുന്നത്. ഫേമിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ റേറ്റിലാണ് ക്യാഷ് ഇൻഫ്ലോസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. IRRലാണെങ്കിൽ പ്രൊജക്റ്റിൻ്റെ IRRൽ ക്യാഷ് ഇൻഫ്ലോസ് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആൻഡ് തേർഡ് പോയിന്റ്, NPVയിൽ ദ ആബ്സല്യൂട്ട് റിട്ടേൺ നൽകുന്നു. IRR ആണെങ്കിൽ ഇറ്റ് ഗീവ് പെർസെൻറ്റേജ് റിട്ടേൺ. ആൻഡ് ഫോർത്ത് പോയിന്റ്, ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകളുടെ NPV ആഡ് ചെയ്യാൻ കഴിയും. IRRലാണെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകളുടെ IRR ചേർക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരുന്നു. ഇനി നമുക്ക് 5th ചാപ്റ്ററുമായി നെക്സ്റ്റ് ഡേ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.